ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ KSRTCയിലെ തൊഴിലാളി യൂണിയനുകൾക്കെതിരെ KSRTC മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന വാർത്തയാണ്. യൂണിയനുകൾ പരിഷ്കാരങ്ങളോട് സഹകരിക്കുന്നില്ല എന്നാണ് KSRTC മാനേജ്മെന്റ് പറയുന്നത്. ഡ്യൂട്ടി പരിഷ്കരണത്തിലും സ്വിഫ്റ്റ് പദ്ധതിയിലും എതിർപ്പുണ്ടായെന്നും KSRTC മാനേജ്മെന്റ് ഹൈക്കോടതിയെ ബോധിപ്പിക്കുന്നു. അശ്വതിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അശ്വതി, കഴിഞ്ഞ ദിവസം ഈ KSRTC മാനേജ്മെന്റിനെതിരെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇതങ്ങ് പിരിച്ചു വിട്ടുകൂടെ എന്ന് വരെ ചോദിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇങ്ങനെ തൊഴിലാളി യൂണിയനുകൾക്കെതിരെ ഒരു നിലപാടുമായി അല്ലെങ്കിൽ ഒരു മറുപടിയുമായി KSRTC മാനേജ്മെന്റ് വരുന്നത്? പെൻഷനുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിച്ചപ്പോഴാണ് ഈ KSRTCയുടെ ശമ്പള പരിഷ്കരണം, അത് സാലറിയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ, പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വരുമാന വർധനവിന് ഡ്യൂട്ടി പരിഷ്കരണം, അതുപോലെ തന്നെ ഷെഡ്യൂൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങി പ്രതിദിനം 8 കോടി രൂപ വരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ ചില യൂണിയനുകൾ ഇതുമായി സഹകരിക്കുന്നില്ല. ഈ യൂണിയനുകളുടെ കൂടി ചില ജീവനക്കാരും ഇതുമായി സഹകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപമാണ് KSRTC മാനേജ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഹർജി, പെൻഷനുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ഈ വാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പുതിയ പദ്ധതികളെ എതിർക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് KSRTCക്ക് ഉള്ളിൽ തന്നെ. അതുപോലെ ഡ്യൂട്ടി പരിഷ്കരണത്തിലും സ്വിഫ്റ്റ് പദ്ധതിയിലും എതിർപ്പുണ്ടായിട്ടുണ്ട്. സർക്കാർ പരമാവധി സഹായിക്കുന്നുണ്ട്, മാനേജ്മെന്റ് വരുമാനം കൂട്ടാനുള്ള പരിഷ്കരണങ്ങളും നടപടികളും എടുക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് സർക്കാർ 50 കോടി രൂപ സർക്കാർ സഹായം നൽകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ബുധനാഴ്ചയോടെ ശമ്പളം നൽകുമെന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ പെൻഷൻ സംബന്ധമായ ഈ ഹർജിയും ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. KSRTCയിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഈ തൊഴിലാളി തൊഴിലാളികളാണ് എന്ന നിലയിലുള്ള ഒരു സത്യവാങ്മൂലം, ഒരു ബോധ്യപ്പെടുത്തൽ KSRTC മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ നടത്തുന്നു. പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ അങ്ങനെ വേണമോ കരുതാൻ? ഫിറോസ്, ഒരു യൂണിയനുകളുടെ പേരെടുത്തു പറഞ്ഞാണ് ഹർജി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അതായത് യൂണിയനുകൾ ഈ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി KSRTC എടുക്കുന്ന നടപടികളോട് സഹകരിക്കുന്നില്ല. KSRTC പ്രധാനമായും വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഡ്യൂട്ടി പരിഷ്കരണവും അതുപോലെ തന്നെ ഷെഡ്യൂളുകൾ പുതുതായി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ തന്നെ നടത്തുന്നു. അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ദിവസേന 8 കോടി രൂപ വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. ആ 8 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ പെൻഷൻ, അതുപോലെ തന്നെ ശമ്പളം കൃത്യസമയത്ത് നൽകുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ അതിന് യൂണിയനുകൾ സമ്മതിക്കില്ല. ചില ജീവനക്കാരും അതിനോടൊപ്പം കൂടിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് KSRTC മാനേജ്മെന്റ് ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇനി ഈ വാദങ്ങളും അതുപോലെ തന്നെ എതിർവാദങ്ങളും ഒക്കെ കേട്ടതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനമുണ്ടാവുക. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും 50 കോടി രൂപ സഹായമായി നൽകുന്നുണ്ട് എന്ന് KSRTC കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ശമ്പളത്തിന്റെയും പെൻഷന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നും KSRTC വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പെൻഷൻ സംബന്ധിച്ച ഹർജി പരിഗണിച്ചത്. ഫിറോസ്, അതെ, അശ്വതി ആണ് ഈ കാര്യം വിശദീകരിക്കുന്നത്. ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന KSRTCയിലെ പെൻഷനുമായി ബന്ധപ്പെട്ട കേസിലാണ്. ആ കേസ് പരിഗണിക്കവെയാണ് KSRTC മാനേജ്മെന്റിന്റെ വിശദീകരണം വരുന്നത്. തൊഴിലാളി യൂണിയനുകൾക്കെതിരെയാണ് അത്തരത്തിൽ KSRTC മാനേജ്മെന്റ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. പല കാര്യങ്ങളിലും പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലാളി യൂണിയനുകൾ സഹകരിക്കുന്നില്ല. ഡ്യൂട്ടി പരിഷ്കരണത്തിലും സ്വിഫ്റ്റ് പദ്ധതിയിലും എതിർപ്പുണ്ടായി എന്നും KSRTC മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ KSRTC ശമ്പളം, പെൻഷൻ കാര്യങ്ങളിൽ അതിരൂക്ഷമായ വിമർശനം KSRTCക്കെതിരെ ഹൈക്കോടതി നടത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണിപ്പോൾ KSRTCയുടെ വിശദീകരണം തൊഴിലാളി യൂണിയനുകളെ പഴിചാരിക്കൊണ്ട്.